Hello guys, welcome to my YouTube channel. നേരിട്ടൊന്ന് കണ്ടിട്ട് ശരിക്കും നമ്മൾ ഷോർട്സിലൂടെ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇതുവരെയായിട്ടും വീഡിയോയിലൂടെ ഇടുന്നത് ഭയങ്കര കുറവാണ്. കാരണം വീഡിയോ ഇടാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈയിടെയായിട്ട് അങ്ങോട്ട് സെറ്റപ്പൊക്കെ വന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ ഇടാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എൻ്റെ ഫോണൊന്ന് 5G ആയത്. അപ്പോൾ 5G ആയപ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശരിക്കും എളുപ്പമാണ്. എത്ര ലോങ് ആയ വീഡിയോസ് ആണെങ്കിൽ പോലും അത്ര എളുപ്പത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5G ആയപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ വീഡിയോ ഡിലേ ആകും. എന്തായാലും എഡിറ്റിങ് മറ്റ് പ്രോസസ്സിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്തായാലും ഡിലേ ആകും. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സോറി പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളെന്ന് വെച്ചാൽ പറഞ്ഞാൽ 2 ദിവസം ഡിലേ ആയിട്ടായി ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും മാറ്റമില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിൽ ഇൻ്റേണൽ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് പബ്ലിക് എക്സാംസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റേണൽ എക്സാം എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഒപ്പീനിയനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് 2 ദിവസം എനിക്ക് അടുപ്പിച്ച് വന്നു. 2 ദിവസം എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഹിന്ദിയും മൈനറായിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ മുമ്പുള്ള ദിവസവും എനിക്ക് മേജറും മൈനറാണ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തിൽ തന്നെ 2 പരീക്ഷ വരാമെന്ന് വെച്ചാൽ കുറേ ടഫാണ്. എസ്പെഷ്യലി ഹിന്ദി വന്ന് ഞാൻ പെട്ട്. കാരണം ഹിന്ദിയിലൊന്ന് പാസ് ഔട്ട് ചെയ്യാൻ ഞാൻ ഇടുന്ന എഫേർട്ട് അത് ഭയങ്കര വലുതാണ്. അതിന് വേറൊരു റീസൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഹിന്ദി കോളേജ് വെച്ചെടുത്തായിരുന്നു. പക്ഷേ +2 വെച്ച് ഞാൻ ഹിന്ദി എടുത്തിട്ടില്ല. 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ബേസിൽ ഞാൻ ഡിഗ്രിക്ക് എടുത്താനുള്ള അവസ്ഥ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര ടഫെന്ന് വെച്ചാൽ അത്രയും ടഫാണ്. കാരണം +1 +2ൻ്റെ ആ ബേസ് കിട്ടാൻ നേരെ ഡിഗ്രിക്ക് കയറി ഹിന്ദി എടുത്തപ്പോൾ ആ ഒരു സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ ആയപ്പോൾ എങ്ങനെയെങ്കിലും കൂടിച്ച് ഒരു പാസ്സായാൽ മതിയെന്നായിരുന്നു. പക്ഷേ സെക്കൻഡ് സെമിസ്റ്ററിൽ അതൊന്നും ബൈ ഹാർട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള പാട് അതിപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം എഫേർട്ട് ഇടേണ്ടത് ഹിന്ദിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദി സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യിപ്പോൾ സ്മൂത്താണ്. സാറ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളാണ് രജിത്താവുന്നില്ല. അവളാണിപ്പോൾ കോഴിക്കോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ കാണിക്കാൻ നിവൃത്തിയില്ല. പിന്നെ മൈനർ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മൈനർ 2 പ്രൊഫഷണൽസ് ആയിരുന്നു. പിന്നെ ട്രാവൽ നാരറ്റീവ്സ് എന്ന് വെച്ചാൽ ഞാൻ മൈനർ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ നാരറ്റീവ് ക്വസ്റ്റ്യൻസാണ് ഈ സംഭവം മൊത്തം. ഇതിനകത്ത് പറയണ പോലെ തന്നെ എന്താണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മൈനറുടെ കേസ് അറിയില്ല. കോളേജിൻ്റെ കേസസ് ആണെങ്കിൽ ഒരു സെക്ഷൻ ആ സെക്ഷനിലെ മുഴുവൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് നമുക്കുണ്ട്. നമുക്ക് എഴുതണമെങ്കിൽ എഴുതണ്ടേ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 2 സെറ്റും ഒരു വലിയ ക്വസ്റ്റ്യൻസാണ്. ചെറിയ എസ്സേസ് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതേണ്ടി വന്നു. എന്നാലും എല്ലാം അറ്റൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാം ടിക്ക് വീണിട്ടുണ്ട്. ഇനി മര്യാദയ്ക്ക് ഞാൻ എഴുതിയോന്ന് എനിക്കറിയില്ല. എന്തായാലും പാസ്സാവാൻ ചാൻസ് ഉണ്ട്. മൈനേഴ്സിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മൈനർ എന്തായാലും തലകുത്തി പാസ്സാകും. ഞാൻ അത്ര എളുപ്പമുള്ള മൈനേഴ്സ് 2 എടുത്തത്. 2 ഇംഗ്ലീഷാണ്, ഒരെണ്ണം കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടും അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രിലിമിനറി കോഴ്സാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ബേസിക്കായ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അഡ്വാൻസ് ലെവലിൽ പോകണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ PG അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലൈസ് കോഴ്സ് എടുക്കേണ്ടി വരും. എന്നാലും പ്രിലിമിനറി അറിഞ്ഞാലല്ലേ ബേസ് അറിഞ്ഞാലല്ലേ നമ്മുടെ അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ബേസായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ പിന്നെ പ്രൊഫഷണൽ സ്കിൽസുമാണ് ഞാൻ എടുത്തേക്കുന്നത്. പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് 2ാമത്തെ ദിവസമാണ്. അന്ന് മേജറിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ആൻസർ ഷീറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നു. സാറ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസാണ് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ടൈഗർ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പെൻസിലും പേനും വേറൊരാൾ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുതി തീർക്കുന്നതിൻ്റെ ലാഘവത്തിൽ ആ ഒരു ഗ്രാഫൊന്നും മര്യാദയ്ക്ക് വരയ്ക്കാൻ പറ്റില്ല. അതിനെന്തായാലും ഒരു -, മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിനകത്തുള്ളത്. പിന്നുള്ളത് സാറാണ്. ഇത്തിരി പിശുക്കാണ് മാർക്കിടുന്ന കാര്യത്തിൽ നല്ല പിശുക്ക് കാണിക്കാനാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, എന്തായാലും പാസ്സാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.
അത് സാറ് വിചാരിക്കുന്ന ലെവലിലേക്ക് ഞങ്ങൾ ആരും എത്തിയിട്ടില്ല. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. സാറ് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ഇംഗ്ലീഷിലോട്ടും കുറച്ചുകൂടി കോണ്ടൻറ്റ് നന്നായിട്ട് പ്രിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ട്രാക്കിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് നന്നായിട്ട് വെട്ടിക്കുറയ്ക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ പാസ്സാവാനുള്ള മാർക്കൊക്കെ സാർ തരുമെന്നുള്ള വിശ്വാസം. പിന്നെ ആ ഗ്രാഫ് വരച്ചില്ലെങ്കിൽ അതിനൊരു മൈനസ് മാർക്കിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ പറയാനില്ല. പിന്നുള്ളത് പ്രൊഫഷണൽ സ്കിൽസാണ്. പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യൻ എന്ന് പറയണത് ഫസ്റ്റ് എന്താ വെച്ചാൽ മൈനർ 1ൻ്റെ അതേ കേസ് പോലെ തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഷെഡ്യൂളാണ്. ഫസ്റ്റ് ഇതിൽ പോലെ 2 സെക്ഷനും ഭയങ്കരമായിട്ട് എസ്ഐ സെക്ഷൻസ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 2 ലൈനിൽ ഒതുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നുള്ള അടുത്ത സെക്ഷനാണ് കുറച്ചുകൂടി വലുതായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അതിൽ എഴുതാനല്ല, അതിലും ശരിക്കും പറഞ്ഞാൽ അര പേജ് പോലും തികയ്ക്കാനില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ വെട്ടിക്കുറച്ച് അത് വലിയൊരു എസ്സേക്ക് മാറ്റി എഴുതിയതാണ് ഞാൻ. എന്തായാലും ഇതിനും ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇതിനും ഉറപ്പുണ്ട്. മേജറിനും സാറിൻ്റെ കരുണ അനുസരിച്ചിരിക്കും ജയിക്കുകയോ ജയിക്കില്ലേ എന്നുള്ളത്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അഡ്വാൻസ് ഇംഗ്ലീഷാണ്. ഞാൻ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ആൻഡ് അതർ BA പ്രോഗ്രാംസിലാണ് എനിക്ക് ഇംഗ്ലീഷ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പക്ഷേ ഇന്നത്തെ ഇംഗ്ലീഷ് സെക്ഷൻസിലെ സംഭവങ്ങൾ സൂപ്പറാണ്. സത്യം പറഞ്ഞാൽ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് തറയിന് എന്തായാലും എഴുതാൻ പറ്റിയേനെ. ലാസ്റ്റ് സെക്ഷൻ എന്തായാലും 3 ക്വസ്റ്റ്യൻ എസ്സേസാണ്. അപ്പോൾ എസ്സേസ് നന്നായിട്ട് എഴുതണം. പിന്നുള്ളത് കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻസാണ്. കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻസ് അന്ന് ടഫാണ്. കാരണം കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻസിൽ ആ പാരഗ്രാഫ് വായിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ തന്നെ വേണം ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് അത് ആൻസർ ചെയ്യണേനും അരമണിക്കൂർ എന്തായാലും ചിന്തിച്ചെടുക്കേണ്ടി വരും. സാധാരണ പോലെ പറക്കിയെടുക്കാൻ പറ്റുന്ന ഇതായിരിക്കില്ല. ചിലപ്പോൾ വളഞ്ഞു ബുദ്ധി അതിങ്ങനെ ആൻസേഴ്സ് എഴുതേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ സോർട്ട് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സൊക്കെ എഴുതിയെടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ഏരിയയാണ് കോംപ്രഹൻഷൻ ഏരിയ. പക്ഷേ ഇതിലത്തെ കോംപ്രഹൻഷൻ ഏരിയ ഭയങ്കര സിമ്പിളായിരുന്നു. ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് പറക്കി എഴുതാമെന്നുള്ളൂ. പക്ഷെ അതേസമയം പബ്ലിക്കിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഒരു പേജ് നിറയായിരിക്കും അഡ്ജസ്റ്റ് ഉണ്ടാവുക. അത് വായിച്ച് അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് ടഫാണ്. അത് ഞാൻ എപ്പോഴും ലാസ്റ്റിൽ ചെയ്യുള്ളൂ. ഫസ്റ്റ് സെക്ഷനാണ് എപ്പോഴും എസ്സേസ് ക്ലിയർ ചെയ്ത് മാത്രമേ ഞാൻ കോംപ്രഹൻഷനിലേക്ക് പോകാനുള്ളൂ. ഇതുപോലെ ഒരുപാട് മണ്ടത്തരം പറ്റിയ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടിയാണ് ഉള്ളത്. ഇങ്ങനത്തെ ഇംഗ്ലീഷിനൊക്കെ ആകുമ്പോൾ കോംപ്രഹൻഷൻ എഴുതാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് ലാസ്റ്റത്തേക്ക് വെക്കണമെന്ന് എപ്പോഴും ബുദ്ധി. അപ്പോൾ ഇതും അങ്ങനെയാണ്. ഇതിനെന്തായാലും പാസ്സാകും. കാരണം അത്രയും സിമ്പിളൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ തന്നിട്ടുള്ളത്. പിന്നുള്ളത് ഞാൻ MDC എൻ്റെ സ്വമേധേ ഇഷ്ടപ്പെട്ടെടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റത്തെ സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് മാത്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ സെക്കൻഡ് സെമിസ്റ്റർ ഫുള്ള് തിയറി ആയതുകൊണ്ട് ഒന്നും ഡൈജസ്റ്റ് പറ്റില്ല. സത്യം പറഞ്ഞാൽ 3 ദിവസം ഇരുത്തി പഠിച്ചൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ 3 ദിവസം അടുപ്പിച്ച് അത് സത്യം പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് നോട്ട്സ് ഞാൻ സ്വയം എഴുതിയിട്ടുണ്ട്. അത് കുറച്ച് വലിയ രീതിയിൽ ഇപ്പോൾ എഴുതിയത്. അപ്പം അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്ത് അത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ലാസ്റ്റ് ആ സെറ്റ് ചെയ്ത് വായിച്ചപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ പോലെ. സത്യം പറഞ്ഞാൽ നോട്ട് ചുരുക്കിയത് എനിക്ക് അന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരേ ഒരു സമയം MDCയാണ്. ഇപ്പോൾ MDCയോടൊരു ചെറിയ ഇഷ്ടക്കേടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സാരമില്ല. എനിക്ക് MDCയുടെ മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ ടീച്ചേഴ്സിനെ വെച്ച് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള കുറച്ചൊരു അടുപ്പുള്ളത് MDCയുടെ മിസ്സായിട്ട് അതൊരു പ്ലസ് പോയിൻ്റാണ്. ഞങ്ങളുടെ എല്ലാ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റുള്ള എല്ലാവർക്കും മാത്സിലെ സാർമാർ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും കമ്പനി ആയിട്ടുള്ള ഒരു കൂട്ടം തന്നെ ഇല്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ MDCയിലെ മിസ്സിനെ പറയേണ്ട ആവശ്യമില്ല, നല്ല സൂപ്പർ മിസ്സായി. അപ്പം ഇതിനകത്ത് തന്നെ MDCയുടെ കുഴപ്പമെന്ന് വെച്ചാൽ മൊഡ്യൂൾ 2 ടീച്ചർ എടുത്താണ്. പക്ഷേ എൻ്റെ നോട്ട് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സ്കിപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി തന്നിട്ടാണ് ഇതിനകത്ത് വിട്ടേക്കുന്നത്. മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മൊഡ്യൂൾ 1 ആണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്
മൊഡ്യൂൾ 1-ത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതലിട്ട്. മൊഡ്യൂൾ 2-ൽ ആകെ 1-2 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. അത് സ്കിപ്പ് ചെയ്യാനുള്ളതും തന്നിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. സോ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്താണ് വലിയ കാര്യമായിട്ട് എഴുതാനൊന്നുമില്ല. ഭയങ്കര മിനിമലായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 1 ലൈനോ 2 ലൈനായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത്ര എളുപ്പമായത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പഠിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഈ മാത്സിൻ്റെ തിയറി എന്താണെന്നല്ലേ ഒരു ശരിക്കും പറഞ്ഞാൽ മാത്സിന് കുറച്ചും കൂടി എന്താ പറയുക ഗ്രാമറൊന്നും ഉണ്ടാവില്ല. ഗ്രാമറോ അസൈൻമെൻറ്റ്സോ അങ്ങനത്തെ ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ആ പോയിൻ്റ് എഴുതിയില്ലെങ്കിൽ ആ മാർക്ക് പോയി കിട്ടി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോൾ ഞാൻ പോയിൻ്റൊക്കെ വിഴുങ്ങിക്കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. എന്തായാലും ഇതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട് എല്ലാ സബ്ജക്റ്റും കൂടി ഒന്നിച്ചുള്ള ഫൈനൽ റിസൾട്ട് എന്തായാലും ഒരു വീഡിയോയ്ക്ക് ഞാൻ എന്തായാലും ഇടും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പബ്ലിക് എക്സാമിൻ്റെയും ഓരോ ദിവസത്തെ ഓരോ വിഷയത്തിൻ്റെയും പറയുന്നില്ല, എല്ലാവരും കൂടി എല്ലാ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു റിവ്യൂ എന്തായാലും ഉണ്ടാകുന്നേക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.